5 വയസ്സുകാരി ജാനകിയുടെ ജീവൻ നിലനിർത്താനായി തകഴി ഗ്രാമം കൈകോർക്കുന്നു. ജാനകിക്കായി സമാഹരിക്കേണ്ടത് 40 ലക്ഷം രൂപ. ഇരുവൃക്കയും തകരാറിലായ ജാനകിക്ക് നൊന്തുപ്രസവിച്ച മാതാവ് വൃക്ക നൽകാൻ തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് പണമില്ലാതെ വിഷമിക്കുകയാണ് കുടുംബം. തകഴി പഞ്ചായത്ത് 2-ാം വാർഡ് പടഹാരം വാണിയപ്പുരയ്ക്കൽ വീട്ടിൽ ഹരികുമാർ കാർത്തിക ദമ്പതികളുടെ ഏകമകൾ ജാനകിയുടെ ഇരുവൃക്കയും ജന്മനാ തകരാറിലായിരുന്നു. 1 വയസ്സ് മുതൽ വീട്ടിൽ ഡയാലിസിസ് ചികിത്സയിലാണ് ഈ പിഞ്ചുകുഞ്ഞ്. തിരുവനന്തപുരം RCCയിലെ ചികിത്സയിലാണ് ജാനകി. ഇതിനകം സുമനസ്സുകളുടെ സഹായം കൊണ്ട് ജാനകിയുടെ ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചെലവഴിച്ചു. സ്വന്തമായി വീടും സ്ഥലവുമില്ലാത്ത ഈ കുടുംബം വാടക വീട്ടിലാണ് കഴിയുന്നത്. ജാനകിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ മാതാവ് കാർത്തിക വൃക്ക നൽകാൻ തയ്യാറാണ്. എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് നടത്തേണ്ട ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ കണ്ടെത്തണം. ഇതിനായാണ് തകഴി പഞ്ചായത്തിൽ ഞായറാഴ്ച പൊതുപിരിവ് നടത്തുന്നത്. സന്നദ്ധ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങി ഒട്ടനവധി പേരാണ് പിഞ്ചു ജനയ്ക്കായി ധനസമാഹരണത്തിനിറങ്ങുന്നത്. ജാനകി ഹരികൃഷ്ണൻ. കുഞ്ഞിന് 5 വയസ്സായി. ഞങ്ങൾ കുഞ്ഞിന് ജനിച്ചപ്പോൾ തൊട്ട് 2 കിഡ്നിക്കും പ്രവർത്തനം കുറവായിരുന്നു. 1 വയസ്സ് വരെ കുഞ്ഞിന് കിഡ്നിക്ക് പ്രവർത്തനം കിട്ടിയുള്ളൂ. 1 വയസ്സ് തൊട്ട് കുഞ്ഞ് ഡയാലിസിസിലാണ്. ഞങ്ങൾ ഇത്രയും നാളുള്ള ട്രീറ്റ്മെൻറ്റ് തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. 1 വയസ്സിൽ തന്നെ കുഞ്ഞിന് ഡയാലിസിസ് തുടങ്ങിയതാണ്. ഇപ്പോൾ 4 വർഷമായിട്ട് ഞങ്ങൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിന് എത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് നടത്തണം എന്നുള്ളതാണ് ഡോക്ടർമാരെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിന് കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നത് കാരണം പിന്നെ തൂക്കം കുറവായതുകൊണ്ടും ഇത്രയും നാളും ട്രാൻസ്പ്ലാന്റ് വൈകിയതാണ്. അപ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജുകളിലൊന്നും ഇത്രയും ചെറിയ കുഞ്ഞുങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആസ്റ്റർ മെഡിസിറ്റി പോലത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ കൊണ്ട് പോകേണ്ടി വന്നു. അവിടുത്തെ നമ്മുടെ ചികിത്സാ ചെലവുകളൊക്കെ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതാണ്. നമ്മൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഒരു മരപ്പണിക്കാരനാണ്. അന്നന്ന് കൊണ്ടുവരുന്ന പൈസ കൊണ്ടാണ് നമ്മൾ കുഞ്ഞിൻ്റെ ചികിത്സയും വീട്ടിലെ കാര്യങ്ങളും എല്ലാം നടന്നു പോകുന്നത്. ഇത്രയും വലിയൊരു തുകയുടെ ഒരു സർജറി ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ പ്രവർത്തിക്കാതിരിക്കാനും പറ്റാത്ത സാഹചര്യമാണ്. അപ്പം അവളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി എത്രയും വേഗം തന്നെ സർജറി ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഈ അവസ്ഥയിൽ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്.